താരപ്പകിട്ടിലേക്ക് സ്വാഗതം. തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ കരിങ്കുന്നം സിക്സസിന്റെ വിശേഷങ്ങളുമായി എത്തുന്നു സംവിധായകൻ ദീപു കരുണാകരൻ താരപ്പകിട്ടിൽ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഔപചാരികതകൾ ഇല്ലാതെ അല്ലേ? സത്യം, ഒരു സുഹൃത്തിൻ്റെ അടുത്ത് അത് പറ്റുള്ളൂ അല്ലേ? എങ്ങനെ പോകുന്നു ഫീഡ്ബാക്ക്? ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, വീണ്ടും പറഞ്ഞു, വളരെ ഫോർമലായിട്ട് ചോദിക്കുമ്പോൾ വളരെ നല്ല ഫീഡ്ബാക്കാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് എന്നൊക്കെ പറയാം എന്നുള്ളതിനും. ജയന്തി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട. ജയന്തി കുറേ നാൾക്ക് ശേഷം സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടും പല സിനിമകൾ ചെയ്തിട്ടും ആശ്വാസമുള്ളൊരു വിജയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സിനിമയായിരിക്കും. സത്യം, ഞാൻ എല്ലാ സിനിമ കഴിഞ്ഞിട്ടും നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ? അപ്പം അതിലുണ്ടായതെന്ന് പറയുന്നത്, ഇപ്പോൾ തേജാബായി, ക്രേസി ഗോപാലൻ തുടങ്ങിയ വാണിജ്യ സിനിമകളിൽ നിന്നും വേറിട്ട് ഫയർമാൻ, കരിങ്കുന്നം സിക്സസ് എന്നൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുള്ളൊരു അനുഭൂതി വളരെ വളരെ വ്യത്യസ്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എന്തോ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ അപ്രീസിയേഷനാണ് കരിങ്കുന്നം സിക്സസ്. ആ ഷോട്ടിലെ പെർഫെക്ഷൻ കാണുമ്പോൾ, ആ ജയിലിനകത്തെ ചിട്ട കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദീപു ഇതിനൊക്കെ എത്രത്തോളം മുന്നൊരുക്കങ്ങളുണ്ടായിരുന്നു? മുന്നൊരുക്കങ്ങളെന്ന് പറയുന്നത്, ഒരു സിനിമ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ആ സിനിമയിലെ മുന്നൊരുക്കം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു ഇതിനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു അതിന് മുന്നൊരുക്കങ്ങളെയൊക്കെ കാലം, അതായത് പ്ലാനിങ് പല സൈഡിലുണ്ട്. നമ്മൾ ഏത് സമയത്ത് ഷൂട്ട് ചെയ്യുന്നു, എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു വിഷ്വലുണ്ട് ആ സിനിമയെക്കുറിച്ച്. സത്യം, ആ വിഷ്വൽ എത്രമാത്രം നമുക്ക് ക്യാമറയിൽ പകർത്താൻ കഴിയും, എത്ര റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ജയകൃഷ്ണൻ കുമ്പടി അല്ലേ, ഹോളിവുഡ് സിനിമാറ്റോഗ്രാഫറാണ്. നമുക്ക് ഈവൻ ഒരു റൊമാൻറ്റിക് സീനിൽ കാണുമ്പോൾ നമുക്കറിയാം, സംവിധായകന് പറഞ്ഞു കൊടുക്കും, ബട്ട് യു നോ ദിസ് ഇസ് സ്പോർട്സ്, ഒരു ഇവൻ്റാണ്, മൂവ്മെൻറ്റ് വളരെ സ്പീഡിലുള്ള മൂവ്മെൻറ്റാണ്. അതിൻ്റെ എനിക്കറിയില്ല അത് എത്രത്തോളം. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനാണ് ഞാൻ ചോദിച്ചത്. ആ ഒരു എന്ന് വെച്ചാൽ സംവിധായകനും സിനിമാറ്റോഗ്രാഫറും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ. അല്ല, ഇതിൽ ജയകൃഷ്ണ കുമ്പടി എന്ന് പറയുന്നത് ഫസ്റ്റ് സിനിമ ഞാൻ ജയകൃഷ്ണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി, ഞാനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് കരിങ്കുന്നം സിക്സസ് അല്ല, വിൻ്ററാണ്. അപ്പോൾ അന്ന് മുതലുള്ള സുഹൃത്ബന്ധമാണ് നമ്മൾ തമ്മിൽ. മാത്രമല്ല ജെ കെ, നമ്മൾ ജയകൃഷ്ണ എന്ന് പറയുന്നില്ല, ജെ കെ എന്ന് പറയുന്നത്, ജെ കെൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ്. ഈ സിനിമയിലല്ല, വേറെ ഏത് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഒരു പക്ഷേ അത്തരം ഇൻറ്റിമസികൾ വർക്കൗട്ട് ആവും അല്ലെ? ഇത്തരം എൻ്റെ ജീവിതത്തിൽ വർക്കൗട്ടായ ഏറ്റവും വലിയ ഇൻറ്റിമസിയാണ് ജയിക്കേണ്ടത്. കാരണം എനിക്ക് എത്ര ഒരിക്കലും ഒരു കാരണവശാലും മുഖം കറുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സഹോദര തുല്യനായ സുഹൃത്ത് തന്നെയാണ് ജെ കെ ഈ സിനിമയിലേക്ക് വരാൻ വേറൊരു കാരണം, ആസ് എ കരിയർ മെറിറ്റ് എന്ന് പറയുന്നത്, ജെ കെ IPL-ലൊക്കെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരു സ്പോർട്സിനെ എങ്ങനെ ക്യാമറ ചലിപ്പിക്കണമെന്ന് വ്യക്തമായി അറിയാവുന്നൊരു വ്യക്തി കൂടിയാണ്. തീർച്ചയായിട്ടും. കാര്യം അതിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൽ പെർഫെക്ഷൻ, കാര്യം വീണ്ടും റീപ്ലേ ചെയ്യേണ്ടി വരും അല്ലേ? ഇത് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോവേണ്ടതാണ്. അല്ല, അതെന്ന് പറഞ്ഞാൽ ജെ കെ പലപ്പോഴും ഷോട്ട് എടുക്കുന്നത് നമ്മളിപ്പോൾ സിനിമയുടെ ഹോളാകുമ്പോൾ കാണുമ്പോൾ അറിയില്ല, റഷസ് നോക്കി അറിയാം. ഒരു ക്യാമറമാന് പലപ്പോഴും ഫോക്കസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ജെ കെ ഒരു ബോള് ഒരാളിങ്ങനെ സെർവ് ചെയ്യുന്ന ആ സ്പീഡിൽ തന്നെ അതിനെ കവർ ചെയ്ത് അപ്പുറത്ത് കൊണ്ടെത്തിക്കാനും ആ ബോളിൻ്റെ മൂവ്മെൻറ്റ് എടുക്കാനും, അതിനിടയിൽ ഒരാളുടെ ഇമോഷൻ അതേ ക്യാമറയിൽ തന്നെ ആ ബോൾ അപ്പുറത്തോട്ട് വിട്ടിട്ട് ഒരാളുടെ ആവശ്യമുള്ള ഇമോഷൻ എടുക്കുകയും അയാളെ ഫോളോ ചെയ്യും എന്ന് പറയുന്ന ഭയങ്കരമായ ഹാൻഡ് ഹെൽഡ് വർക്കിൻ്റെ മാത്രമല്ല ഭയങ്കരമായ ഒരു സിങ്ക്രണൈസേഷൻ അയാളുടെ വർക്കിലുണ്ടായിരുന്നു. ഈ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യണം, നമുക്ക് ഇങ്ങനെയുള്ള ഷോട്ട്സ് വേണമെന്ന് പറയുന്നതിനുപരി അതിന് മാക്സിമമായി ഡെലിവറി ചെയ്ത് തരാനായിട്ട് ജെ കെക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നമ്മൾ പറയും ക്രിക്കറ്റ് ഒക്കെ വികാരമാണ് ക്രിക്കറ്റ്, ബട്ട് ഒരു വോളിബോളിനെ, ആ ഒരു ഇവൻറ്റിനെ ഇത്രത്തോളം കാര്യമായിട്ട് ഇമോഷണലായിട്ടും ഫണ്ണായിട്ടും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ എത്രത്തോളം ഡിസ്കഷൻ, എത്രത്തോളം ഇംപ്രവൈസേഷൻ വേണ്ടി വന്നു? ഇംപ്രവൈസേഷൻ പല സ്ഥലങ്ങളിലും ആവശ്യം വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിബോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ജനങ്ങൾ കണ്ടിരിക്കില്ല. മാത്രമല്ല, ഇപ്പോൾ ഒരു ഹോക്കി, ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ അറിയാം, നമുക്ക് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു പോയിൻ്റാണെന്ന്. വോളിബോളിൽ അങ്ങനെയല്ല.
25 പോയിൻ്റാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 3 സെറ്റാണ്. ഞാൻ സ്കൂളിൽ വോളിബോൾ ടീം ഓക്കെ, സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അറിയാമല്ലോ അത്. അപ്പോൾ ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കും? അപ്പോൾ അത് കുറേ ഡ്യൂറേഷൻ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ കാണിച്ചാൽ മാത്രമേ. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രതിസന്ധികൾ ഈ സിനിമയുടെ തിരക്കഥയിൽ ആവശ്യം വന്നിട്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവം ഉണ്ടായി ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ എൻ്റെ മുരളി ഗോപിയെ ഞാൻ കൊണ്ട് എൻ്റെ സബ്ജക്റ്റ് പറയുക ഇതൊക്കെ ചെയ്തപ്പോൾ മുരളിച്ചേട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ദീപു, സ്പോർട്സ് മൂവി ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോകാൻ സ്പോർട്സ് കണ്ടുകൊണ്ട് ജനം ഇരിക്കത്തില്ല. സത്യം. അതിൽ ഒരു ഇമോഷൻ ഡെവലപ്പ് ചെയ്ത് അയാളെ അതുവരെ ഇരുത്താൻ പറ്റണമെങ്കിൽ തിരക്കഥ അത്ര മെച്ചമായിരിക്കണം, ദീപു ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് എനിക്കിത് ചെയ്തിട്ട് ഞാൻ ഓരോ ഗെയിമിൻ്റെ ഇടയ്ക്കും അത്രമാത്രം ഇമോഷണൽ ടോമോയിൽ ഈ സിനിമയിൽ ജനറേറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാൽ മാത്രമേ അടുത്ത ഗെയിം കാണാൻ ആളിരിക്കുള്ളൂ. ഈ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അടുത്ത ഗെയിമും ജയിച്ചു എന്ന് പറയുന്ന കഥയില്ല. പക്ഷേ കഥ വീണ്ടും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ആദ്യം മുതൽ കാണി അവസാനം വരെ ഒരു എന്താ പറയുക പ്രേക്ഷകൻ ഒരേപോലെ ഇരിക്കും. അതുപോലെ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് സ്റ്റാർ സ്റ്റഡഡ് ആണ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റാർ സ്റ്റഡഡ് ആയ മൂവി, ഇത്രയും ഇവൻ്റായി, ഇത്രയും പെർഫെക്ഷൻ ഉള്ള ഒരു സിനിമ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്ടേഴ്സിനോടൊക്കെ ഗ്രൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂമിങ് സെഷനൊക്കെ വേണ്ടേ? കാര്യം എന്ന് വെച്ചാൽ ഇവരെ ഇത് ഇപ്പോൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയാളം ഈസ് ബ്ലെസ്ഡ് വിത്ത് റിച്ച് ടാലൻസ്. പക്ഷേ ഇത് സ്പോർട്സ് ആവുമ്പോൾ അല്ലേ ആ ഒരു പ്രാക്ടീസ് സെഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് തന്നെ എല്ലാവർക്കും എല്ലാ പ്ലെയേഴ്സിനും ഗെയിമിനൊരു പ്രാക്ടീസ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലക്ലി നമ്മൾ മനസ്സിലാക്കാത്തൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ പോലും ചിലപ്പം ആർട്ടിസ്റ്റിൽ സെലക്ട് ചെയ്തപ്പോൾ അറിയാതെ നാച്ചുറലായിട്ട് വന്ന 2-3 കാര്യങ്ങളുണ്ട്. ബാബു ചേട്ടൻ യൂണിവേഴ്സിറ്റി വോളിബോൾ പ്ലെയർ ആയിരുന്നു. സുധീരേട്ടൻ സ്റ്റേറ്റ് ലെവൽ പ്ലെയർ. സുദേവ് സ്റ്റേറ്റ് ലെവൽ പ്ലെയർ ആയിരുന്നു. നാച്ചുറലി ആയിരുന്നതാണ്. ഗ്രഗറി സ്കൂളിൽ US അത്യാവശ്യം വോളിബോൾ കളിച്ച സ്കൂൾ ടീമിലുണ്ടായിരുന്ന ആളാണ്. പിന്നെ ഇദ്ദേഹം നമ്മുടെ സുദേവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. രതീഷ് മൻ പത്മരാജൻ രതീഷ്, അവൻ സ്കൂൾ ലെവലിൽ പ്ലെയർ ആയിരുന്നു. അപ്പം ഐ വാസ് ബ്ലെസ്ഡ് വിത്ത് പീപ്പിൾ ഹൂ വെർ റിയലി പ്ലെയേഴ്സ്. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടി. ഒന്നാമത്തെ കാര്യം. പിന്നെ ബൈചേട്ടൻ്റെ സ്കൂൾ ലെവലിലൊരു എൻത്യൂസിയാസ്റ്റ് ആയിരുന്നു. അപ്പം എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സിനിമയിലേക്ക് വന്ന ഇത്രയും പേരും ഒരു ടീമായിട്ട് തന്നെയാണ് വന്നത്. ഇതിൻ്റെ ഒരു ഫൈനലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ അനൂപിൻ്റെയും ശ്യാം പ്രസാദ് സാറിൻ്റെയും ഒരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പുറത്ത് ജസ്റ്റ് അടുത്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ഗെയിം ഷൂട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇവർ ചുമ്മാ ഇങ്ങനെ വാർമിംഗ് അപ്പ് പോലെ കളിച്ചു തുടങ്ങി 2 ടീമും തമ്മിൽ കളിച്ചു തുടങ്ങി. ഒരു പരിധി എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർക്കങ്ങ് ആവേശമായി. ഇത്രയും നാളത്തെ ട്രെയിനിങ്ങും എല്ലാത്തിനും ഒരു കൾമിനേഷൻ എന്നുള്ള രീതി ഇവരങ്ങ് കളിച്ചു തുടങ്ങി. ഈ കളി ഒരു ആക്ഷനോ കട്ടോ ഒന്നും പറയാതെ 4 ക്യാമറ നമ്മൾ അതാത് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ഇത് അതുപോലെ ഷൂട്ട് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് സംഭവിച്ചിരിക്കുന്നത്. യാതൊരു വിധമായ കട്ടോ ഇതോ പേസ്റ്റോ ഒന്നുമില്ലാതെ റോ ആയിട്ടുള്ള വന്ന ഗെയിമാണ്. അപ്പോൾ അത് ഒരു ഭാഗ്യമാണ്. എപ്പോഴും ഒരു സിനിമയുടെ എൻ്റെ അടുത്ത് ഈ സിനിമയിൽ സമുദ്രക്കനി ഒരു ഇമ്പോർട്ടൻറ്റ് വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ സമുദ്രക്കനി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, സർ നിങ്ങളുടെ പടം ഒരിക്കലും നിങ്ങളല്ല കൊണ്ടുപോകേണ്ട, ആ സിനിമ നിങ്ങളെ കൊണ്ടുപോയിക്കോളും, അതിലേക്ക് വിട്ടുകൊടുക്കണം സിനിമയെന്ന്. അത് തന്നെയാണ് കരികുന്ന സക്സസ് എന്ന്. എങ്ങനെയാണ് ഈ പേര് വന്നത് കരികുന്ന സക്സസ് എന്നുള്ളത്? ശരിക്കും വോളിബോളിനെ ബേസ് ചെയ്ത് ഒരു 5 വർഷം മുമ്പ് ഞാനൊരു സിനിമ പ്ലാൻ ചെയ്തു. ഞാനും അന്ന് മനോരമയിലെ സീനിയർ എഡിറ്ററായിരുന്ന സനൽ അബ്രഹാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തും കൂടെ ചേർന്നിട്ട് ഇന്ററൊക്കെ ചെയ്തതിന് ശേഷം ഇല്ല, ഇത് ക്രേസി ഗോപാലൻ കഴിഞ്ഞതിന് ശേഷമാണ് സനൽ ഈ കഥ എന്നോട് വന്ന് പറയുന്നത്. കരികുന്ന സക്സസ് എന്ന് പറയുന്ന ഇടുക്കിയിലെ ഗ്രാമപ്രദേശത്തിൽ നടക്കുന്ന ഒരു വോളിബോൾ ക്ലബിൻ്റെ മാച്ചുകളെ കുറിച്ചുള്ള സിനിമയാണ്. അന്ന് പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ തിരക്കഥയിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയതിൻ്റെയും അന്ന് ആർട്ടിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു കൺഫ്യൂഷൻ കാരണം ഞാൻ പിന്നെ വേറെ സിനിമകളിലേക്ക് പോവുകയും സനലിൻ്റെതായിട്ടുള്ള രീതിയിൽ തിരക്കായതുകൊണ്ട് ആ സിനിമ അന്ന് നടന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അരുൺലാൽ രാമചന്ദ്രനാണ് കരിങ്കുന്നം ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. ഈ കഥ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്കിതിനൊരു ടൈറ്റിലുണ്ട് എൻ്റെ മനസ്സിൽ. അത് സനൽ അബ്രഹാം പറഞ്ഞ കരിങ്കുന്നം സക്സസ് എന്ന ടൈറ്റിൽ, എനിക്കത് തന്നെ വേണം എന്ന് പറയും. അപ്പം വേറൊരാളുടെ ടൈറ്റിലാണ്. സിനിമയിൽ അറിയാമല്ലോ, അങ്ങനെ സുഹൃബന്ധങ്ങളുണ്ടെങ്കിൽ പോലും ആരും അങ്ങനെ. ഞാൻ സനലിനെ വിളിച്ച് പറഞ്ഞ സനലിന് സന്തോഷം, സിനിമ ദീപു വോളിബോളിനെ കുറിച്ചൊരു സിനിമ വരണം, അതിനെൻ്റെ ടൈറ്റിലാണോ എന്നെയാണോ ആവശ്യം, ഞാൻ ഫുൾ ടൈം കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ടൈറ്റിലേക്ക് നമ്മളെത്തുന്നത്. ആ ടൈറ്റിൽ വെറും സനൽ അബ്രഹാമിന് മാത്രം അവകാശപ്പെട്ടതാണ്, നമ്മൾ കടം വാങ്ങിയ ഒരു ടൈറ്റിലാണ്. മഞ്ജു ആണ് ഹീറോയിൻ. എന്താണ് അങ്ങനെ ഒരു തീരുമാനം? മഞ്ജു അല്ലാതെ വേറെ ആരുണ്ട്? അതിലൊരു ഇപ്പം ഞാൻ പറയില്ലേ, ഒരു മെയിൽ ഡോമിനേറ്റഡ് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം.
നമുക്ക് മോഹൻലാൽ, മമ്മൂട്ടി, നിവിൻ പോളി, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ഫഹദ് എന്ന് ഒരു 1000 പേര് പറയാം. ഒരു ഫീമെയിൽ ലീഡ് എന്ന് പറയാൻ മലയാളത്തിൽ ആരാ ഉള്ളത്? തിരിച്ചാ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും. ഇത് ഞാനല്ല ജയന്തി എന്ന ഈ സിനിമ ചെയ്യുന്നെങ്കിൽ പോലും ജയന്തി ആരുടെ പേരാ പറയുക? നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ഐ വാസ് ലക്കി ദാറ്റ് മഞ്ജു എഗ്രി ചെയ്തു ഈ സിനിമ ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് തിരിച്ചു പറയാം. മഞ്ജുവിന് എത്രത്തോളം ദിവസം വേണ്ടി വന്നു, എത്ര സമയം വേണ്ടി വന്നു? കാര്യം ഈവൻ അതിലെന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് സത്യസന്ധമായി ഇടയ്ക്ക് കയറി പറയാം, മഞ്ജുവിന് ഈ ക്യാരക്ടറാവാൻ വേണ്ടി വന്ന വെറും അരമണിക്കൂർ സമയം മാത്രമാണ്. കാരണം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നമ്മുടെ കോച്ച് ഹരിലാൽ സാറും എല്ലാമായിട്ട് നമ്മളൊരു ട്രെയിനിങ്ങിന് പോയിട്ട് അരമണിക്കൂറാണ് മഞ്ജുവിനെ ഈ ഗെയിം പഠിപ്പിക്കുന്നത്. പക്ഷേ കോച്ച് പോലും ഞെട്ടിപ്പോകുന്ന രീതിയിൽ മഞ്ജു അത് പെർഫോം ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും ആസ് എൻ ആർട്ടിസ്റ്റ് ഏതിലേക്കും പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ ആവാനുള്ള സമയവും മാത്രമല്ല ബേസിക്കലി ഒരു ഡാൻസർ അങ്ങനെയൊക്കെയുള്ളൊരു ഇതുകൊണ്ട് ഏത് ഒരു കാറ്റഗറിയിലേക്കും പെട്ടെന്ന് ഇഴുകിച്ചേരാനായി മഞ്ജുവിന് കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്ലെയർ ആയോ എന്ന് ചോദിച്ചാൽ പ്ലെയറിൻ്റെ ആവശ്യമില്ല, നമ്മൾ കോച്ചിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ മഞ്ജുവിന് അറിയാമായിരുന്നു ഗെയിം വളരെ വ്യക്തമായി. ഈ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് മഞ്ജുവിന് വ്യക്തമായി അറിയാം ഇനി അവിടെ നല്ല ഇത് സെർവ് വരണ്ടേന്നൊക്കെ നമ്മളടുത്ത് ചോദിച്ചു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് കമ്മിറ്റ്മെൻറ്റാണ്. ജയിലിൽ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അതിന് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ അതിന് പ്രിപ്പറേഷനും അതിന് കുറച്ച് നിബന്ധനകളും ഒക്കെ ഉണ്ടല്ലേ? ഞാൻ വളരെയധികം എൻജോയ് ചെയ്തത് ജയിലിലെ ആ നിബന്ധനകളാണ്. ഞാൻ എപ്പോഴും സിനിമയിൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഒരു പെർഫെക്റ്റ് ഡിസിപ്ലിനാണ്. ഓക്കെ, ആർമി സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അല്ല അങ്ങനെയല്ല, അല്ല ഒരു പെർഫെക്റ്റ് ഡിസിപ്ലിൻ സിനിമയിൽ വരണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഇന്ന സമയത്ത് ഷൂട്ടിങ് എല്ലാവരും അവിടെ വന്നിരിക്കുന്നു, എല്ലാവർക്കും ID പ്രൂഫ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ഒരു ഷെഡ്യൂളിങ് പ്രോപ്പറായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇത് എൻ്റെ ജീവിതത്തിൽ ഇതൊരു സിനിമയിലും നടന്നിട്ടില്ല. അത് ആകെപ്പാടെ നടന്ന കരിക്കുന്ന സക്സസ് അല്ല. കാരണം ജയിലിൽ 7 മണിക്ക് കയറണം, തിരിച്ച് 1 മണിക്ക് ഇറങ്ങണം. എത്രത്തോളം സെക്യൂരിറ്റി ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. നമുക്കൊന്നും നമ്മളെ ക്രൂ ആണ് ഇത്ര ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ഡെയിലി ചെക്ക് ചെയ്യും. കാരണം അകത്തൊരു കുട പോലും അതായത് ഒരു കുട പോലും അകത്തോട്ട് കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഒറ്റ എക്സ്റ്റേണൽ ആയിട്ട് ക്യാമറ ഇത്രയും എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അത്രയും എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോകുന്നു. അത് തിരിച്ച് ലഞ്ച് ബ്രേക്കിന് ഇറങ്ങുമ്പോൾ അതേ എക്യുപ്മെൻറ്റ്സ് എണ്ണി ഇറക്കുന്നു. അങ്ങനെ ഒരു വ്യക്തമായൊരു ഷെഡ്യൂളിംഗ് ഉണ്ട്. അല്ലാതെ നമ്മൾ വായിക്കാറുണ്ട് പലതും ജയിലിൽ എത്താറുണ്ടെന്ന്. അപ്പം ഞാൻ ഇത്രത്തോളം സെക്യൂരിറ്റി ചെക്കിങ്ങിനുണ്ടെങ്കിലും പിന്നെ എങ്ങനെയാണ് ഈ വാർത്തകൾ പ്രാധാന്യം ഞാൻ ആലോചിച്ചു. എനിക്ക് തോന്നുന്നു ജയിലൊരു ടോട്ടലി സെക്യൂർഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത് ഏത് തരം വാർത്തയാണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം അതിനകത്ത് ഒരു സാധനം കാരണം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മൊബൈൽ ഉപയോഗിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ ജയിലിൽ? മൊബൈല് ജയിലിനകത്ത് കൊണ്ടുപോകാൻ പാടില്ല. അതാണ്. പക്ഷേ അല്ല ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ നടന്നു എന്ന് ഞാൻ ജസ്റ്റ് മൊമെന്ററി ആയിരുന്നു, ഞാൻ ആങ്ഷ്യസ് ആയിട്ട്. നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇസ്രയേൽ, സ്കോട്ട്ലാൻഡ് യാർഡ്, പിന്നെ അമേരിക്കൻ മെറൈൻസ് ആണ്. അവിടെ പോലും തീവ്രവാദികൾ കടന്നു ചെന്ന് ആക്രമിക്കുകയും പ്രശ്നങ്ങളുണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളത് പറയാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം സെക്യൂരിറ്റി ടൈറ്റാവോ അത്രത്തോളം എതിർഭാഗത്തുള്ള ആൾക്കാർ അതിനേക്കാളും ബുദ്ധി കണ്ടുപിടിക്കുന്നുള്ളതാണ്. സിനിമാ ലോകത്തുള്ളവർക്ക് അത്ര ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പം രാവിലെ പോയി ഉച്ചവരെ ഒരു ഷെഡ്യൂൾ അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30 ശേഷം ഊണെല്ലാം കഴിഞ്ഞ് ഈ ജയിലിലെ പണിക്കാർക്ക് പോകാനൊരു സമയമുണ്ട്. അവരെ പോയി എണ്ണി വിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണയകത്തോട്ട് കയറ്റും. അപ്പോൾ അത് നല്ല രസമാണ്. സംവിധായകൻ പോയി, ക്യാമറമാൻ ഒന്ന്, അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്ന്, മഞ്ജു വാര്യർ ഒന്ന്, ബാബു ആന്റണി ഒന്ന് എന്നൊക്കെ പറഞ്ഞ് എണ്ണയകത്തോട്ടിവിടെ അതേപോലെ എണ്ണി പുറത്തോട്ടിവിടെ ചെയ്യും. അതുകൊണ്ട് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ഒരു ദിവസം വന്നില്ല, 7 മണിക്ക് ഒരു ആർട്ടിസ്റ്റിന് വരാൻ പറ്റിയില്ല, അന്ന് ഷൂട്ടിംഗ് നടക്കില്ല. കാരണം അകത്തോട്ട് അയാളെ കയറ്റി വിടണ്ടേ. ഉച്ചയ്ക്ക് 11:30 വന്നിട്ട് ജയിലിനകത്ത് കയറാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അവർ ആ ഒരു കാര്യത്തിൽ ഞാൻ ഗവൺമെൻറ്റിനെയും എല്ലാ ജയിൽ സ്റ്റാഫുകളെയും ഭയങ്കര എന്താ പറയാനായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അല്ല ഇത് കേട്ടപ്പോൾ സെയിം ഹിയർ അല്ലേ, വെരി കമന്റബിൾ. ബിക്കോസ് അവിടെ സൂപ്രണ്ടൻ്റ് ആണെങ്കിലും എല്ലാണെങ്കിലും ഇനി എന്ത് ബന്ധവും എന്ത് കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ജോലിയിൽ ഒരു തരി പോലും ഞാൻ അങ്ങോട്ട് മാറില്ല എന്ന് പറയുന്ന വ്യക്തമായ സ്റ്റാൻഡിങ് അവർക്കുണ്ടായിരുന്നു. ആ ഒരു പ്രൊഫഷണലിസത്തിനെയാണ് നമ്മൾ, കാരണം അത്രയും വലിയ സെക്യൂരിറ്റി ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ടായിരിക്കാം ഭയങ്കര വ്യക്തം. പുറത്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ കാര്യമായി സംസാരിക്കും, ഭവ്യതയോടുകൂടി സംസാരിക്കും, എല്ലാം ചെയ്യും സുഹൃത്തുക്കളെ. പക്ഷേ അതിനകത്ത് ചേട്ടാ നമ്മൾ നേരത്തെ സംസാരിച്ച സുഹൃത്തുക്കളല്ലേ, ഞാൻ ഈ മൊബൈലൊന്നും അകത്തോട്ട് കിട്ടണമെന്ന് നടക്കത്തില്ല. അതിനകത്ത് അവരുടെ സ്റ്റാൻഡ്, ആ നക്ഷത്രത്തിൻ്റെ വില വ്യക്തമായി അവർ പതിപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. തിരുവനന്തപുരം മാത്രമായിരുന്നു ലൊക്കേഷൻ. കാര്യം നമുക്ക് സിറ്റിയിലൂടെ ഒരുപാട് യാത്ര ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് യെസ് നമുക്ക് ട്രിവാൻഡ്രം ഫീൽ ചെയ്യും.
അതെ അതെ, ട്രിവാൻഡ്രത്താണ് മുഴുവനായിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം ലൊക്കേഷൻ സെൻട്രൽ ജയിലാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അടുത്ത് ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ ദീപ് ഇവിടെയുണ്ട്, ആ ജയിലിൽ പോയി വൈകുന്നേരം എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. പിന്നെ അടുത്തത് നമ്മുടെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം. അപ്പോൾ അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ. ഇതിനു വേണ്ടി ഒരു കോച്ചിനെയും എടുത്തു അല്ലേ, ഹരിലാൽ സർ? ഐ നോ ഹിം ഇൻ പേഴ്സൺ. പുള്ളിക്കാരൻ ഭയങ്കര, അതായത് നമ്മളെ കുറേ കുട്ടികളികളുമായിട്ട് കുറേ ആൾക്കാർ, അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കോച്ച് കയറി വരും. അപ്പോൾ എല്ലാവരും സൈലൻ്റ് ആവും. അങ്ങനത്തെ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ക്യാമ്പ് എന്നുള്ളൊരു ഫീല് ടോട്ടലായിട്ട് അതിനകത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് പറയായിരുന്നു, ഹരിലാൽ സാർ പറഞ്ഞു ഓരോരുത്തരും പ്രൊഫഷണലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം വോളിബോളിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പം അത് വളരെ സന്തോഷം തോന്നി എന്ന് പറയുന്നത്. എല്ലാവരും കമ്മിറ്റഡ് ആയിരുന്നു. കാരണം സിനിമയിൽ ഞാൻ മനസ്സിലാക്കിയ വേറെ അധികം പുറത്തൊന്നും കാണാത്തൊരു കമ്മിറ്റ്മെൻറ്റ്, ആരും അബദ്ധം കാണിക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ് സിനിമ. എല്ലാവർക്കും അവരുടെ വേഷം നന്നാക്കണമെന്ന് വ്യക്തമായ ധാരണയുള്ള. സത്യം. ഇപ്പം ഭയങ്കര ബിസിയായ ആർട്ടിസ്റ്റായ സുരാജ്, സുധീർ കരമന, ബാബു ആൻ്റണി, മഞ്ജു വാര്യർ, അനൂപ് മേനോൻ, ശ്യാമപ്രസാദ്, മേജർ രവി, ലെന, മണിയമ്പിള്ള രാജചേട്ടൻ എന്ന് പറഞ്ഞൊരു നീണ്ട എല്ലാവരും അവരവരുടെ വേഷവും അവരവരുടെ സിറ്റുവേഷനും ഭംഗിയായി ചെയ്തെന്ന് 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ലൊക്കേഷനിൽ നിന്ന് പുറത്തു പോകുന്നൊരു സാഹചര്യമായിരുന്നു ഈ സിനിമയിലും. അത് നമ്മൾ പറയില്ലേ, ചിലപ്പം ഞാൻ പോലും അത്ര കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ഡൗട്ടാണ്. അവരത്ര പ്രൊഫഷണലാണ്. കാരണം അവർക്കറിയാം അതാണ് അവരുടെ ജോലി, അതിൽ നിന്നാണ് അവർക്ക് പേരും പ്രശസ്തിയും എല്ലാം ഉള്ളതെന്നും അവരുടെ നിലനിൽപ്പെന്നും വ്യക്തമായി അറിയാമെന്നുള്ളതുകൊണ്ടും. അല്ലെങ്കിൽ ഇപ്പം രാജചേട്ടനെ സംബന്ധിച്ചിടത്തോളം ബാബു എന്നെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് ഒരു പ്രശ്നമല്ല. അവർ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്, വെരി സീനിയേഴ്സ്. രാജചേട്ടൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇത് എന്താ പറയുക, രാവിലെ മാക്സിമം വർക്ക് കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നപോലെ, പക്ഷേ ചെയ്യുന്ന ക്വാളിറ്റി, അയാൾ എന്താ ചെയ്യുന്നത് വ്യക്തമായ ക്വാളിറ്റി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിച്ചു എന്നുള്ളത് നമ്മളെ വീണ്ടും പഠിപ്പിക്കുകയാണ്. മനസ്സിലല്ലേ? സക്സസിൻ്റെ ഏറ്റവും ഹൈറ്റിലും പ്രശസ്തിയുടെ ഏറ്റവും ഹൈറ്റിലും നിൽക്കുമ്പോൾ പോലും അവർ ആ ചെയ്യുന്ന പെർഫെക്ഷന് വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്.